ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. കേരളത്തെ നടുക്കിയ പാറശാല ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. വിനയ, കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? എന്തായാലും 2 വർഷത്തോളം നീണ്ട ഈ വിചാരണകൾക്കൊടുവിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. പ്രതിയായിട്ടുള്ള ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. പ്രോസിക്യൂഷൻ അടക്കം തന്നെ ശക്തമായ തെളിവുകളായിരുന്നു ഗ്രീഷ്മയ്ക്കെതിരെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഡിജിറ്റൽ തെളിവുകൾ അടക്കം തന്നെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു പ്രോസിക്യൂഷൻ. ഇപ്പോൾ എന്തായാലും കുറ്റക്കാരിയാണെന്നാണ് കോടതി വിധി വന്നിരിക്കുന്നത്. പ്രധാനമായും ഈ വാട്സ്ആപ്പ് ചാറ്റുകളും മറ്റുമടക്കം ഈ പോലീസ് ഹാജരാക്കിയിരുന്നു. ഡിജിറ്റൽ തെളിവുകൾ അടക്കം തന്നെ പോലീസ് ഹാജരാക്കിയിരുന്നു. അതെല്ലാം തന്നെ പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന ഒരു വിധിയിലേക്ക് എന്തായാലും കോടതി പ്രധാനമായും വന്നിരിക്കുന്നത്. ഈ പ്രതിഭാഗം അടക്കം തന്നെ ബാധിച്ചെങ്കിലും അതെല്ലാം തന്നെ തെറ്റാണെന്ന് തെളിയിക്കുന്ന തെളിവുകൾ അടക്കം തന്നെ പ്രോസിക്യൂഷൻ ഹാജരാക്കുകയായിരുന്നു. കൂടാതെ തന്നെ ഈ ഗ്രീഷ്മ ജയിലിൽ വെച്ച് മരണത്തിന് അല്ലെങ്കിൽ ആത്മഹത്യക്ക് ശ്രമിച്ച സമയത്ത് ഗ്രീഷ്മ നൽകിയ മൊഴി അടക്കം തന്നെയാണ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. ആ മരണമൊഴിയിൽ അടക്കം തന്നെ പ്രധാനമായും ഉന്നയിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് താൻ ഷാരോണിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന് ഗ്രീഷ്മ മരണമൊഴി നൽകിയിരുന്നു. ആ മരണമൊഴി അടക്കമാണ് ഇപ്പോൾ പോലീസ് ഈ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. ഈ തെളിവുകൾ അടക്കം തന്നെ പരിശോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു വിധി വധക്കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. 2ാം പ്രതി അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടിരിക്കുന്നു കോടതി. കൂടുതൽ വിശദാംശങ്ങൾ. ഈ കേസിൽ 1ാം പ്രതിയാണ് ഗ്രീഷ്മ. കൂടാതെ തന്നെ ഗ്രീഷ്മയ്ക്കെതിരെയാണ് ഈ കൊലക്കുറ്റം അടക്കം തന്നെ ചുമത്തിയിട്ടുണ്ടായിരുന്നത്. കേസിൽ 2ഉം 3ഉം പ്രതികളാണ്. അമ്മ രണ്ടാം പ്രതി സിന്ധു, കൂടാതെ തന്നെ അമ്മാവനാണ് 3ാം പ്രതി. ഇരുവരും വരെ ഈ ഗ്രീഷ്മയുടെ അമ്മയും കൂടാതെ അമ്മാവനും ഈ കൊലക്കുറ്റം ചുമത്തിയിട്ടില്ല. ഇരുവർക്കുമെതിരെ ഗൂഢാലോചന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ആ കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. ഈ ഗ്രീഷ്മയെ മാത്രമാണ് ഈ കൊലക്കുറ്റത്തിന് അല്ലെങ്കിൽ ഗ്രീഷ്മയുടെ പേരിലാണ് കൊലക്കുറ്റം ചുമത്തിയിരിക്കുന്നത്. അമ്മ സിന്ധുവിനും അമ്മാവനുമെതിരെ ചുമത്തിയിരിക്കുന്നത് ഗൂഢാലോചനയാണ്. ആ കേസിലാണ് ഇപ്പോൾ അമ്മ സിന്ധുവിനെ വെറുതെ വിടാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. എന്തായാലും ഈ അമ്മ സിന്ധുവിനെതിരെ മറ്റു തെളിവുകളൊന്നും തന്നെ ഇല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. എന്തായാലും കേസ് അല്ലെങ്കിൽ കേരളം കാത്തിരുന്ന ഒരു വിധി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം 2 വർഷത്തോളം നീണ്ട ഈ വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. ഈ ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഈ വിധി എന്തായാലും പുറപ്പെടുവിച്ചിരിക്കുന്നത്. 2ാം പ്രതിയായിട്ടുള്ള അമ്മ സിന്ധുവിനെ വെറുതെ വിടുന്നു എന്നാണ് കോടതി പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നേരത്തെ തന്നെ നമ്മൾ ഷാരോണിന്റെ മാതാപിതാക്കളോടക്കം തന്നെ സംസാരിച്ചപ്പോഴും ഈ പ്രതിക്ക് കടുത്ത ശിക്ഷ നൽകും അല്ലെങ്കിൽ കടുത്ത ശിക്ഷ നൽകണമെന്ന് തന്നെയായിരുന്നു ഈ കോടതി അടക്കം ഈ മാതാപിതാക്കൾ അടക്കം തന്നെ ഉന്നയിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ വിധി അല്ലെങ്കിൽ കേസ് പരിഗണിച്ചപ്പോൾ വിധി വന്നപ്പോൾ ഷാരോൺ കേസിലെ പ്രതിയായിട്ടുള്ള 1ാം പ്രതിയായിട്ടുള്ള ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് പോലീസ് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഇനി 2ാം പ്രതിയായിട്ടുള്ള അമ്മ സിന്ധുവിനെ എന്തായാലും കോടതി ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുകയാണ്. ഒരു പ്രണയബന്ധത്തിന്റെ പേരിലാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നത്. പ്രണയത്തിൽ നിന്നും പിന്മാറിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരുപക്ഷെ നാടിനെ നടുക്കിയ ഒരു കൊലപാതകം ഉണ്ടായത്. ഒരാളെ തന്നെ നിരവധി തവണ കൊല്ലാൻ ശ്രമിക്കുന്നു. ആദ്യം ഇത്തരത്തിൽ ജ്യൂസിൽ പാരസെറ്റമോൾ ഗുളിക കഴിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു. അത് പരാജയപ്പെടുന്നു. അതിനുശേഷം വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം കഷായം നൽകി കൊലപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നു. അത്തരത്തിലാണ് ആ ഒരു കാര്യത്തിന് ശേഷമാണ് ഈ കൊലപാതകം അടക്കം തന്നെ നടക്കുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പിന്നീട് ഈ കേസ് പാറശാല പോലീസ് കേസ് അന്വേഷിക്കുന്നു. അതിനുശേഷം ഈ പാറശാല പോലീസ് ഈ ക്രൈംബ്രാഞ്ചിന് ഈ കേസ് കൈമാറുന്നു. ക്രൈംബ്രാഞ്ചാണ് പിന്നീട് അന്വേഷണം നടക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് അന്വേഷിക്കുന്നു. ഈ പ്രതി കുറ്റക്കാരിയാണെന്ന് അടക്കം തന്നെ കണ്ടെത്തുന്നു. കൂടാതെ ഈ ഫോറൻസിക് സംഘം അടക്കം തന്നെ നൽകിയ ഈ ശാസ്ത്രീയ തെളിവുകൾ അടക്കം ഈ പ്രതിക്ക് പ്രതികൂലമായി മാറുന്ന ഒരു സാഹചര്യം അടക്കമാണ് ഈ കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ ഈ മജിസ്ട്രേറ്റിന് അടക്കം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഷാരോൺ മരണമൊഴി നൽകിയ സമയത്തും തന്റെ പ്രണയിനി തന്നെ ചതിക്കില്ല എന്നൊരു വിശ്വാസം ഈ ഷാരോണിനുണ്ടായിരുന്നു. കൂടാതെ മജിസ്ട്രേറ്റിന് അടക്കം തന്നെ മൊഴി നൽകിയപ്പോഴും ഗ്രീഷ്മയുടെ പേരടക്കം ഷാരോൺ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. തുടർന്ന് പിതാവിനോടും സുഹൃത്തിനോടുമായിരുന്നു ഷാരോൺ ഈ പേര് ഗ്രീഷ്മ
തന്ന കഷായം കുടിച്ചിരുന്നു എന്നടക്കം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ തന്റെ ആത്മാർത്ഥമായ ഒരു പ്രണയത്തെ സംരക്ഷിക്കാനുള്ള ഒരു തിടുക്കം അല്ലെങ്കിൽ അത്തരത്തിലെല്ലാം തന്നെയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീടാണ് ഈ കേസ് അന്വേഷിക്കെ ഗ്രീഷ്മ തന്നെയാണ് ഈ കൊലപ്പെടുത്തിയത് എന്ന നിഗമനത്തിലേക്ക് അടക്കം തന്നെ എത്തുന്നത്. കൂടാതെ ഈ 2023 ജനുവരി 25-നായിരുന്നു പോലീസ് കുറ്റപത്രം അടക്കം തന്നെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഒക്ടോബറിലായിരുന്നു ഗ്രീഷ്മ അറസ്റ്റിലായിരുന്നത്. പിന്നീട് 1 വർഷത്തോളം കാലം ഗ്രീഷ്മ ജയിലിൽ കടക്കുന്നു. അതിനുശേഷം ഈ ജയിലിൽ കടക്കുന്ന സമയത്ത് തന്നെ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. ഈ ആത്മഹത്യക്ക് ശ്രമിച്ച സമയത്താണ് പോലീസിന് ഗ്രീഷ്മ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത്. താൻ തന്നെയാണ് ഇത്തരത്തിൽ ഷാരോണെ കൊലപ്പെടുത്തുവാൻ വേണ്ടി ഈ കഷായത്തിൽ വിഷം കലർത്തിയത് എന്ന മൊഴി പോലീസിന് നൽകുന്നു. അത് പോലീസിന് ഒരു അനുകൂലമായിട്ടുള്ള നടപടിയായി മാറുന്നു. പോലീസിന് അനുകൂലമാകുന്നു. അതെല്ലാം തന്നെയാണ്, ആ തെളിവുകളടക്കം തന്നെയാണ് ഇന്ന് കോടതിയിലടക്കം ഹാജരാക്കിയിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ സംഭവം നടന്നത് തമിഴ്നാട്ടിലാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ കേസ് തമിഴ്നാട്ടിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് പ്രദീപ്, കേരളം കാത്തിരുന്ന ഷാരോൺ വധക്കേസിലെ വിധി വന്നിരിക്കുന്നു. ഗ്രീഷ്മയും അമ്മാവനും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അമ്മ സിന്ധുവിനെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ആതിര, കേരളക്കര കാത്തിരുന്ന ഒരു ശിക്ഷാവിധി തന്നെയാണ്. പാറശാല ഷാരോൺ വധക്കേസിൽ വിധി നിർണായകമാണ്. കാമുകിയായ ഗ്രീഷ്മ കഷായത്തിൽ വിഷം കലർത്തി ഷാരോണിനെ കൊലപ്പെടുത്തിയെന്നായിരുന്നു കേസ്. ഗ്രീഷ്മയുടെ അമ്മയും അമ്മാവനും ഗൂഢാലോചന കേസിൽ ആദ്യം പ്രതിയായിരുന്നുവെങ്കിൽ ഇപ്പോൾ നിലവിൽ ഈ വിസ്താരം കഴിഞ്ഞ ഉടനെ അമ്മ അതിൽ നിന്ന് മാറിയിരിക്കുകയാണ്. നിർമ്മലകുമാരനായ അമ്മാവനും ഗ്രീഷ്മയുമാണ് പ്രതി ചേർത്തിരിക്കുന്നത്. എന്തായാലും വിധി നാളെ വിധി പ്രഖ്യാപിക്കുന്നതാണ് പറയുന്നത്. ഷാരോണിനെ ഒഴിവാക്കാനാണ്, മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടിയായിരുന്നു ഇത്തരത്തിൽ ഗ്രീഷ്മ കഷായത്തിൽ കാലനാശിനി കലർത്തി നൽകിയിരുന്നതാണ് കേസ്. ഷാരോണും ഗ്രീഷ്മയും വർഷങ്ങളായി സുഹൃത്തുക്കളായിരുന്നു. മറ്റൊരു വിവാഹം നിശ്ചയിച്ചപ്പോൾ ഗ്രീഷ്മ ജ്യൂസിൽ ചലഞ്ച് നടത്തി വിദഗ്ധമായി പാരസെറ്റമോൾ കലർത്തിയ ജ്യൂസ് ഷാരോൺ ആദ്യം കുടിപ്പിച്ചു. ദേഹാവസ്ഥമുണ്ടായെങ്കിലും ഷാരോൺ രക്ഷപ്പെടുകയായിരുന്നു. പിന്നീടാണ് പളുകളിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ ഇത്തരത്തിലുള്ള കീടനാശിനി കലർത്തി കൊടുത്തത്. 2022 ഒക്ടോബർ 14 ഇത്തരത്തിൽ ഷാരോൺ കഷായം കുടിച്ച് ദേഹാവസ്ഥ ഉണ്ടായത്. ഷാരോണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് 11 ദിവസത്തിന് ശേഷമാണ് ഇത്തരത്തിൽ മരണപ്പെടുന്നത്. ഷാരോണിന്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പോലീസ് എല്ലാം വിദഗ്ധമായി തെറ്റിദ്ധരിപ്പിച്ച് ഷാരോൺ ആശുപത്രിയിൽ കിടന്നപ്പോൾ രക്ഷപ്പെടാൻ ഗ്രീഷ്മ ശ്രമം നടത്തിയെന്നുൾപ്പെടെയുള്ള മരണമൊഴിയാണ് അവസാനമായി ഗ്രീഷ്മയെ ഇത്തരത്തിൽ കുടുക്കിയെന്നുള്ള വ്യക്തമായ സംഭവമാണ് ഉണ്ടായത്. എന്തായാലും കേരളം കാത്തിരുന്ന ഒരു ശിക്ഷാവിധി തന്നെയാണ്. രാവിലെ ഈ ഷാരോണിന്റെ അച്ഛനും അമ്മയും പറഞ്ഞതും എന്തായാലും ശിക്ഷാവിധി നടപ്പിലാക്കും, ശിക്ഷ കിട്ടും എന്ന് ഉറപ്പിച്ചു തന്നെയായിരുന്നു ഷാരോണിന്റെ അമ്മയും അച്ഛനും നമ്മളോട് പ്രതികരിച്ചത്. ആതിര. പ്രദീപ്, 2022 ഒക്ടോബറിലായിരുന്നു സംഭവം ഉണ്ടായിരുന്നത്. ശിക്ഷാവിധി നാളെയാണ് പ്രഖ്യാപിക്കുക അല്ലേ? തീർച്ചയായിട്ടും 2022 ഒക്ടോബർ 14 ഇത്തരത്തിൽ ഷാരോൺ കഷായം കുടിച്ചത്. തുടർന്നാണ് ആശുപത്രിയിൽ കടന്ന് 11-ാം ദിവസമാണ് ഇത്തരത്തിൽ ഷാരോൺ മരണപ്പെടുന്നത്. മരണസമയത്ത് പക്ഷേ അതിവിദഗ്ധമായാണ് ഈ ഗ്രീഷ്മയും അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ വരെ ഈ കേസിനെ മാറ്റി മറിക്കാൻ ശ്രമിച്ചത്. എന്നാൽ തുടർന്ന് ശക്തമായി കുടുംബം നൽകിയ കൃത്യമായിട്ടുള്ള തെളിവുകൾ, ആ തെളിവുകൾ തന്നെയാണ് ഇത്തരത്തിലൊരു വലിയൊരു സാധാരണ പറയും പോലെ ഷാരോന്റെ കുടുംബക്കാരോ അല്ല ഇത്തരത്തിൽ ഈ ഒരു വാദം കേൾക്കാൻ ഉണ്ടായത്. കേരളം ഒട്ടാകെ തന്നെ ഇത്തരത്തിലൊരു വിധി കേൾക്കാൻ തന്നെയായിരുന്നു കാത്തിരുന്നത്. രാവിലെ കൃത്യമായിട്ടുള്ള വിധി തന്നെയാണ് ഇതിലെ നടപ്പാക്കിയിട്ടുള്ളതും എന്നാണ് ഈ കുടുംബവും മറ്റുള്ള ഈ നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. ഗ്രീഷ്മയ്ക്കെതിരെ ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് കൃത്യമായിട്ടുള്ള ഈ ശിക്ഷാവിധി കൃത്യമായിട്ടും ഇതിനൊപ്പം അഡ്വക്കേറ്റും കൃത്യമായിട്ടുള്ള നടപടി പുറത്തിറങ്ങിയാൽ മാത്രം വ്യക്തമായിട്ടുള്ള ധാരണ ലഭിക്കുകയുള്ളൂ. അത് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ഈ ശിക്ഷയും മറ്റും നടപ്പിലാക്കുന്ന വിധിയും ഇതിന്റെ അകത്ത് നടന്ന കോടതിക്കുള്ളിൽ നിന്ന് കാര്യങ്ങളെല്ലാം വ്യക്തമാക്കാൻ സാധിക്കുകയുള്ളൂ. അറിയാം. ശരി, പ്രദീപ് പാറശാല തുടരുക. വിനയ ചേരുന്നുണ്ട്. വിനയ, 2022 പാറശാല ഷാരോൺ വധക്കേസുണ്ടായിരുന്നത്. നാളെയാണ് ശിക്ഷാവിധി ഉണ്ടാകുന്നത്. കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ എന്തെങ്കിലും പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ടോ? പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്നായിരുന്നു ഷാരോണിന്റെ അമ്മയടക്കം നേരത്തെ സൂചിപ്പിച്ചിരുന്നത്.
തീർച്ചയായും മാതൃ എന്തായാലും പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്ന് തന്നെയാണ് ഈ കുടുംബം ഉന്നയിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. ഗ്രീഷ്മയ്ക്കെതിരെ 302, 328, 364, 201 എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. കൊലക്കുറ്റമടക്കം ചുമത്തിയാണ് ഗ്രീഷ്മയ്ക്കെതിരെ ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. ശിക്ഷാവിധി നാളെ പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഈ ഗ്രീഷ്മയ്ക്കെതിരെ കൊലപാതകമടക്കമുള്ള ഈ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. കൂടാതെ രണ്ടാം പ്രതിയായിട്ടുള്ള അമ്മയെ എന്തായാലും വെറുതെ വിട്ടിട്ടുണ്ട്. തെളിവുകളുടെ അഭാവത്തിലാണ് രണ്ടാം പ്രതിയായിട്ടുള്ള അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടിരിക്കുന്നത്. എന്നാൽ മൂന്നാം പ്രതിയായിട്ടുള്ള അമ്മാവിനെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട്, കുറ്റം തെളിഞ്ഞിട്ടുണ്ട്. പ്രധാനമായും ഈ തെളിവ് നശിപ്പിക്കലടക്കം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അമ്മാവൻ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിരിക്കുന്നത്. കോടതി പ്രധാനമായും വിധിച്ചിരിക്കുന്നത് ഈ കഷായം വാങ്ങിക്കൊടുത്ത കഷായത്തിൽ ഈ കീടനാശിനി വാങ്ങിയത് അമ്മാവനാണ് എന്ന് നേരത്തെ തന്നെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അമ്മാവൻ കുറ്റക്കാരനാണെന്ന് പോലീസ് ഈ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനടക്കം തന്നെ ശിക്ഷാവിധി നാളെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും ഈ അമ്മയുടെ അല്ലെങ്കിൽ ഷാരൂണിന്റെ വീട്ടിൽ നിന്ന് വരുന്ന ഒരു പ്രതികരണം അല്ലെങ്കിൽ ഷാരൂണിന്റെ വീട്ടിൽ നിന്ന് വരുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് പ്രതിക്കെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട്, കടുത്ത നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. എന്തായാലും ഇതിനെതിരെ അല്ലെങ്കിൽ വളരെ വികാരഭരിതമായിട്ട് തന്നെയാണ് ഈ മാതാപിതാക്കൾ അടക്കം തന്നെ ഇപ്പോൾ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രതികരണം എന്തായാലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും നമുക്ക് കൂടുതൽ വിവരങ്ങൾ അടക്കം തന്നെ എന്തായാലും വരിക എന്ന് മനസ്സിലാവുക. എന്തായാലും ഒന്നാം പ്രതിയായിട്ടുള്ള പാറശാല ഷാരൂൺ വധക്കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് എന്തായാലും കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലടക്കമാണ് ഈ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. കൂടാതെ തന്നെ ഈ പോലീസ് അടക്കം തന്നെ ഈ പ്രതി രക്ഷപ്പെടരുത് എന്നൊരു ഉറച്ച തീരുമാനത്തിൽ തന്നെ ഈ ഡിജിറ്റൽ തെളിവുകൾ കൂടാതെ ഈ ഗ്രീഷ്മ നൽകിയ മരണമൊഴി അടക്കമുള്ള കാര്യങ്ങളടക്കം ഈ കോടതിയിൽ ഹാജരാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ കുറ്റക്കാരിയാണ് എന്നൊരു തീരുമാനത്തിലേക്ക് കോടതി പ്രധാനമായും എത്തിയിരിക്കുന്നത്.